എന്നാ തണുപ്പാണോ? ആരാ? ആ ചോദിച്ചേട്ടാ ഇല്ല അന്ന് വന്ന് ആ ചേട്ടനാ. ഇയാൾക്ക് ധന്യത്തിന്റെ കേടാ. തലക്കാച്ചി വല്ലതും ഉണ്ടോ? അയാളും അയാളുടെ ഒരു മോളും. അതോ ചരക്കിന് വേണേ ലോകത്തില്ലാത്ത ഡിമാൻഡുമാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ചരക്കിന് ഞാൻ എവിടെ പോയി തപ്പിച്ചുകൊണ്ട് കൊടുക്കാനാ? വല്ല കക്കാവാരുന്നവനും കിട്ടും. ഈ ഗുണ്ടയായിട്ട് നടക്കുമ്പോ ആലോചിക്കണം, മോക്ക് നല്ല ചരക്കിനെ കിട്ടിയാലെന്ന്. അയാൾ ഗുണ്ടയാണെങ്കിൽ അയാളുടെ കയ്യിരിക്കും. അതിനെക്കാട്ടും വലിയ ഗുണ്ടയാ ഞാൻ. അയാൾ മനസ്സിലാക്കുന്നില്ല. എപ്പോ വന്നു? ആദ്യത്തെ വിളിക്കാൻ അമ്മേ, അപ്പൊ അകത്ത് പറഞ്ഞെല്ലാം കേട്ട് കാണും. ചേട്ടന്റെ മോക്ക് പറ്റിയ നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. സത്യം. ചേട്ടന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്ന ഒരു ചെറുക്കനെ ഞാൻ കുഞ്ചിത്തണ്ണിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുഞ്ചിത്തണ്ണിന്ന് ചെറുക്കനാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഡോക്ടർമാരെ നോട്ടമുണ്ടോ? വേണ്ടെങ്കിൽ വേണ്ട, ഡോക്ടർ വേണ്ട. നല്ല ഒന്നാം തരം മർച്ചന്റ് നേവി ഓർമ്മ എടുക്കട്ടെ. സ്വന്തമായിട്ട് 3 കപ്പലുള്ളത് അവർക്ക്. അതെടുക്കാം അല്ലേ? ചേട്ടൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്ന ചെറുക്കനാ. വലിക്കില്ല, കുടിക്കില്ല, ചേട്ടൻ പറയാതെ പിടുക്കത്ത് പോലുമില്ല. അങ്ങനെ ഒരു ഉഗ്രൻ ചെറുക്കനുമായിട്ട് ഞാൻ നാളെ രാവിലെ വീട്ടിൽ വരാം. അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ പൊക്കൂ. ചേട്ടൻ ചെറുക്കനുമായിട്ട് വന്നിരിക്കും. വന്നിരിക്കും. പൊക്കോ ചേട്ടാ, സത്യം. അപ്പോ നാളെ എപ്പോ വരുന്ന ബ്രോക്കർ പറഞ്ഞേ? അവര് കാലത്ത് തന്നെ വരും. ചെറുക്കൻ മർച്ചന്റ് നേവിയിലാ. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചിപ്സും കുറച്ച് ലഡുവും കുറച്ച് കേക്കും ഒക്കെ വാങ്ങണം. ജോയേട്ടാ, അവളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? ഇപ്പൊ അവളെ കെട്ടിച്ചു വിടണോ? കുറച്ച് കഴിയട്ടെ. എനിക്കിപ്പോൾ ആകെ എന്തോ ഒരു ടെൻഷൻ പോലെ. കാരണം എന്താന്ന് ചോദിച്ചാൽ പറയാനായിട്ടൊന്നും ഇല്ലതാണ്. അതിപ്പോ എന്തുവാ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വയസ്സായി, നിങ്ങൾ ഈ ഫീൽഡ് കിട്ടോ. അതല്ല, നമ്മുടെ ഈ ഫീൽഡിൽ എപ്പോഴാണ് എവിടെ നിന്നാ പണി വരണേന്ന് പറയാൻ പറ്റില്ല. ആരുടെയെങ്കിലും പിച്ചാത്തി പിടിക്ക് തീരുന്നതിന് മുമ്പ് അനുവിനെ കെട്ടിച്ചു വിട്ടാൽ അത്രയ്ക്ക് സമാധാനമാവും എനിക്ക്. നീ കഴിച്ചേ, സമയം വൈകി. ആ സാധനങ്ങളും മേടിച്ച് വേഗം പോവാം. ശരി കേട്ടോ. ഇത് കൂടി എടുക്കണ്ട കേട്ടാ. ബില്ലെടുത്തു. അല്ല ജോയെ, വിശേഷം വല്ലതും ഉണ്ടോ വീട്ടില്? പതിവില്ലാതെ പലഹാരങ്ങളൊക്കെ വാങ്ങണേ. മോളെ കാണാനായിട്ട് ഒരു കൂട്ട് വരണ്ടേ. ബില്ലെത്രയായി? 455. എൻ്റെ മൊബൈലും ചാർജറും തന്നെ. എന്താണ് സിനിമ ബുക്ക? ഞാനാ. അതൊരു 30 രൂപ. ഇത് വായിക്കാൻ കണ്ടൊരു പ്രായം. എന്തോരം ബേക്കറി സാധനങ്ങളാ. നിങ്ങൾ രാവിലെ കഴിച്ചിട്ടായിരിക്കും വന്നതല്ലേ? അതെ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലെന്നേ. നോക്കാനൊന്നുമില്ല, നല്ല ഒന്നാം തരം ഫാമിലിയാ. തോമസ് ലീഗ നേരിട്ട് വന്ന് മാമൂസമുക്കിയ കുടുംബമായത്. ആന്നേ, എന്നാത്തിനെ ഏറെ പറയുന്നത്. ഇവിടുത്തെ പള്ളിയിലെ വികാരിക്ക് സമയമില്ലാത്തപ്പം അന്തികുതാശയ്ക്ക് വിടുന്ന ആരെയാ? ഇങ്ങനെയാ. ഈ കുടുംബത്തിൽ വന്ന് കയറുന്നത് നിന്റെ ലക്ക. ആടെ വരുന്ന പറ്റി എണീറ്റി അങ്ങോട്ട് വെച്ചേര്. എടുത്തോ, എടുക്ക് മോനെ. ചായയാണേ. എടുക്ക്. മോനും എടുക്ക്. മകളുടെ അമ്മയില്ലാത്തതുകൊണ്ടാ ഞാൻ തന്നെ കൊണ്ടു തന്നെ. ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാനൊന്നുമില്ല, കൂട്ടുങ്കൽ ഫാമിലി കേട്ടിട്ടില്ലേ? മൊത്തം എത്രമാരും അച്ഛന്മാരും അവരുടെ കുടുംബത്തിൽ. പിന്നെ ഇത് അപ്പൻ, അത് പെങ്ങള്, അത് പെങ്ങടെ മോൻ. പിന്നെ ചേട്ടാ, ചെറുക്കൻ സ്വല്പം ധൃതി ഉണ്ടേ പോകാനായിട്ടേ. മോളെ ഒന്ന് വിളിക്കായിരുന്നു, ഇവർക്ക് കണ്ടിട്ട് അങ്ങ് പോകായിരുന്നു. എന്തെങ്കിലും എടുത്ത് കഴിക്കും മോനെ. പറഞ്ഞു കേട്ടില്ലേ? ഓ, പേര് കേട്ടില്ലേ? അനു മോളേന്ന്. അപ്പനെന്നെ പറഞ്ഞോടെ എത്രയ്ക്ക് ധൃതിയായോ? എന്റെ മോളെ ഒന്ന് കെട്ടിച്ചു വിട്ടിട്ട് വേണ്ടേ ഈ അപ്പനൊന്ന് ഫ്രീ ആവാൻ? ഞാനില്ലാതെ അപ്പൻ എങ്ങനെയാ ജീവിക്കുക? എന്താ ഈ പറയണേ? മോക്കറിഞ്ഞൂടെ അപ്പന? എന്റെ മോളൊന്ന് ചിരിച്ചേ. അവരുടെ മുമ്പിൽ ചെല്ലുമ്പോഴേ കണ്ണെന്നറിയാൻ പാടില്ല. അതാ
അവൾ ആദ്യമായിട്ട് സാരി എടുക്കണതിൻ്റെ ഒരു താമസമായിരുന്നു. അതൊന്നും കുഴപ്പമില്ലെന്നേ. പിന്നെ സ്വന്തക്കാരെ ആരും അങ്ങ് വിളിച്ചില്ല. പേര് ചോദിക്ക്. എന്താ പേര്? അനു. അവളങ്ങനെ നാണക്കാരി ഒന്നല്ല, BBA ഒക്കെ പഠിക്കുന്നത്. കണ്ടോ BBA അതന്നെയാണോ? അങ്കിൾ എന്ത് ചെയ്യുന്നു? അത് ഐ മീൻ എവിടെ വർക്ക് ചെയ്യണേ? ജോലിയിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ? അതെ. അല്ല എന്തായാലും വെറുതെ അറിഞ്ഞിരിക്കാൻ ചോദിച്ചതേ ഉള്ളൂ. എന്താ ജോലി? പിന്നെ പറഞ്ഞു അത് അറിയേണ്ട കാര്യമൊന്നുമില്ലേ. നല്ല ഡീസന്റ് ജോലിയാ. കൊട്ടേഷനാ? അതാണോ പൊളപ്പ്? കൊട്ടേഷൻ. பின்னாடி 100 பேர் இருக்கலாம், 1000 பேர் இருக்கலாம். ஆனா ஏன் முன்னாடி ஒரே ஒருத்தன் தான். ஏ சக்தி. ഹലോ ഒരു മിനിറ്റ്. ഹലോ നിങ്ങൾ ആരാന്ന് പറയൂ. എന്നെ കാര്യമില്ലെന്ന് പറയൂ. ഹലോ ഹലോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ അല്ല ഞാനിവിടെ ഉണ്ട്. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. നീ ആ വാറക്കണ്ടാണോ? ഒരു മരിപ്പിന്റെ പരിപാടി വിട്ടിട്ട് കുറെ നാളെ. നിന്റെ മരിപ്പ് കൂടാനൊരാഗ്രഹം. ഇത് ശാലുവിന് വേണ്ടിയുള്ള പണിയാ. നീ ആസിഡ് ഒഴിച്ച പെണ്ണ്, അവളുടെ അപ്പം തന്ന കൊട്ടേഷൻ. എപ്പോഴാ ശവടക്ക്? 4 മണിക്ക്. ഓ, നേർന്നുണ്ടാ? നീ ഇനി ലോകത്ത് വേണ്ട സിജോ. പെൺകുട്ടികളുള്ള എല്ലാ അപ്പന്മാർക്ക് വേണ്ടിയും നിന്റെ ഈ നെഞ്ചത്ത് ഞാൻ റീത്ത് വയ്ക്കും. വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ
da da da